അന്യൻ സിനിമ അവസാനിച്ചിടത്തു നിന്ന് തുടങ്ങാം. അമ്പിയും നന്ദിനിയും ഹണിമൂൺ യാത്രയ്ക്കായി ട്രെയിനിൽ പുറപ്പെടുന്നു. എല്ലാം സാധാരണ നിലയിലായെന്ന് ഇരുവരും കരുതുന്നു. അർദ്ധരാത്രിയിൽ അവർ സഞ്ചരിച്ച ട്രെയിൻ മലനിരകളിലൂടെ കടന്നുപോകുമ്പോൾ എതിർദിശയിൽ അപകടകാരിയായ രാസവസ്തുക്കൾ നിറച്ച ഒരു ചരക്ക് ട്രെയിനും വരികയായിരുന്നു. മാസങ്ങൾക്ക് മുമ്പുതന്നെ ആ റൂട്ടിലെ സിഗ്നൽ സംവിധാനവും ബ്രേക്ക് സംവിധാനവും മാറ്റണമെന്ന് റെയിൽവേ എഞ്ചിനീയർമാർ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ കോടികളുടെ അഴിമതിയും വ്യാജ സുരക്ഷാ സർട്ടിഫിക്കറ്റുകളും കാരണം അറ്റകുറ്റപ്പണികൾ രേഖകളിൽ മാത്രമൊതുങ്ങി. ആ രാത്രി സിഗ്നൽ സംവിധാനം തകരുകയും ചരക്ക് ട്രെയിനിന്റെ ബ്രേക്ക് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം ചരക്ക് ട്രെയിൻ യാത്രാ ട്രെയിനിന്റെ പിന്നിലെ കോച്ചുകളിൽ ഇടിച്ചുകയറി. സ്ഫോടനവും രാസവസ്തു ചോർച്ചയും തീപിടിത്തവുമുണ്ടായി. അമ്പിയും നന്ദിനിയും കഴിയുന്നത്ര യാത്രക്കാരെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നൂറുകണക്കിന് നിരപരാധികൾക്ക് ജീവൻ നഷ്ടമായി. അടുത്ത ദിവസം ഇതൊരു സാധാരണ റെയിൽ അപകടമാണെന്ന് അധികൃതർ പ്രഖ്യാപിച്ചു. പക്ഷേ അമ്പി നടത്തിയ അന്വേഷണത്തിൽ ഇത് അഴിമതി മൂലമുണ്ടായ ദുരന്തമാണെന്ന് തെളിഞ്ഞു. സിഗ്നൽ തകരാർ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്തിരുന്നതും ബ്രേക്ക് സംവിധാനത്തിലെ പ്രശ്നങ്ങൾ മറച്ചുവെച്ചതും സുരക്ഷാ പരിശോധനകൾ വ്യാജമായിരുന്നതും അദ്ദേഹം കണ്ടെത്തി. അമ്പി എല്ലാ തെളിവുകളും ശേഖരിച്ച് കോടതിയെ സമീപിച്ചു. എന്നാൽ വിചാരണയ്ക്കിടെ നിർണായക രേഖകളും സാക്ഷികളും അപ്രത്യക്ഷമായി. അവസാനം കോടതി വിധിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ കേസ് തള്ളിക്കളയുന്നു. കുറ്റക്കാർ ശിക്ഷയില്ലാതെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ആ രാത്രി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന അമ്പി തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. പതിയെ അവന്റെ മുഖത്ത് ഒരു പരിചിതമായ പുഞ്ചിരി തെളിഞ്ഞു.